ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. വിങ്സ് അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ഒരു ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേരാണെന്ത്? ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ബയോഗ്രഫിയാണ്. ഇതെന്താണ്? ഒരു ബയോഗ്രഫിയാണ്. ആരുടെ ബയോഗ്രഫിയാണ്? സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ബയോഗ്രഫിയാണ്. അതായത് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ എന്താണ് ബയോഗ്രഫിയാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയാണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? കിറ്റി ഫെർഗ്യൂസൺ ആണ് ഈ ഒരു ബയോഗ്രഫി എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇതിൽ പറയുന്നത്, എന്താണ് ഇതിന്റെ നറേഷൻ, ഇതിന്ന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവസാനം വരെ എല്ലാവരും വീഡിയോ കാണാനായിട്ട് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. Stephen Hawking was born on January 8, 1942 in Oxford, England. അതായത് സ്റ്റീഫൻ ഹോക്കിങ്സ് എവിടെയാണ് ജനിച്ചത്? ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. അത് മാത്രമല്ല അദ്ദേഹം ജനിച്ച തീയതി ഏതാണ്? January 8, 1942 ജനിച്ചത്. ഓക്കെ, despite struggling with reading and writing early in school, Hawking pursued his passion for science. ഓക്കെ, നോക്കാം എന്താണ് പറയുന്നത്. അദ്ദേഹത്തിന് ആദ്യമേ എന്താണ് എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാഷൻ എവിടെയായിരുന്നു? സയൻസിലായിരുന്നു. ഓക്കെ, initially wanting to study mathematics and physics, he opted for natural science at Oxford due to his father's advice. Okay, അദ്ദേഹത്തിന് എന്താണ് മാത്തമാറ്റിക്സും എന്താണ് ഫിസിക്സും പഠിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ അദ്ദേഹം എന്താണ് പഠിക്കുന്നത്? നാച്ചുറൽ സയൻസ് ആണ് പഠിക്കുന്നത്. ആരുടെ നിർദ്ദേശപ്രകാരം? അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഓക്സ്ഫോർഡിൽ എന്താണ് നാച്ചുറൽ സയൻസ് ആണ് അദ്ദേഹം പഠിക്കുന്നത്. ഓക്കെ, ബാക്കി നോക്കാം. He later joined Cambridge for his PhD in theoretical physics. ഓക്കെ, അതിനുശേഷം എന്താണ് ഇദ്ദേഹം കാംബ്രിഡ്ജിൽ ജോയിൻ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? PhD എന്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? തിയററ്റിക്കൽ ഫിസിക്സിൽ PhD ചെയ്യാൻ വേണ്ടി അദ്ദേഹം എവിടെ ജോയിൻ ചെയ്യാണ്? കാംബ്രിഡ്ജിൽ ജോയിൻ ചെയ്യാണ്. അറ്റ് 21, ഏകദേശം 21 വയസ്സുള്ള സമയത്ത് ഹോക്കിങ്സ് ലൈഫ് ടുക്ക് എ ഡ്രമാറ്റിക് ടേൺ when he was diagnosed with ALS. അതായത് ALS എന്ന് പറയുന്ന ഒരു രോഗം വന്ന്, ഓക്കെ, അതിന്റെ കറക്റ്റ് നെയിം ആണ് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഒരു രോഗം വന്ന് എന്താണ് അദ്ദേഹത്തിന് 21-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ജീവിതമാകെ മാറിയാണ്. ഓക്കെ, എ സീരിയസ് നെർവ് സിസ്റ്റം, അതെന്താണ് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു നെർവ് ഡിസീസ് ആണ്. അതെന്താണ് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡോക്ടേഴ്സ് ഗേവ് ഹിം ഓൺലി 2 years to live, plunging him into a depression. അതായത് എന്താണ് ഡോക്ടേഴ്സ് എന്താ പറയുന്നത്? ആകെ 2 വർഷം മാത്രമേ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ എന്ന് ആരോട് പറയുന്നുണ്ട്? സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ഭയങ്കര ഡിപ്രഷനിലോട്ട് മാറുന്ന ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എന്താണ് ഡെക്കേഡ്സ് ജീവിച്ചിരുന്നിരുന്നു. ഓക്കെ, നോക്കാം. However, with the support of Jane Weil, whom he met and married in 1965, Hawking regained hope and interest in life. നോക്കാം, പിന്നെ പറയുന്ന കാര്യമാണെന്ത്? അദ്ദേഹം എന്താണ് ജെയിൻ വൈൽഡിനെ എന്താണ് കണ്ടുമുട്ടിയതിനു ശേഷം അവർ എന്താണ് കല്യാണം കഴിച്ചു. 1965 കല്യാണം കഴിക്കുന്നത്. മാത്രമല്ല ഹോക്കിംഗ് റീഗൈൻഡ് ഹോപ്പ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ലൈഫ്. അപ്പോൾ കല്യാണത്തിന് ശേഷം എന്താണ് അദ്ദേഹത്തിന് എന്താണ് ലൈഫിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റും, അത് മാത്രമല്ല ലൈഫിൽ എന്താണ് ഇൻട്രസ്റ്റും, അതേപോലെ തന്നെ ലൈഫിൽ എന്താണ് പുതിയ കാര്യങ്ങൾ, ഹോപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ജെയിംസ് faith and optimism gave him the strength to move forward and they had 3 children together. Okay, പിന്നെ പറയുന്ന കാര്യമാണെന്ത്? ജെയിൻ്റെ ഒരു ഫെയ്ത്തും അതേപോലെ തന്നെ ഒരു ഒപ്റ്റിമിസം, എന്താണ് ഒരു വിശ്വാസം, ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ എന്താക്കാണ് അവനക്ക് എന്താണ് കുറച്ചും കൂടിയും സ്റ്റീഫൻ എന്താണ് കുറച്ചും കൂടിയും എന്താണ് സ്ട്രെങ്ത് കിട്ടുകയാണ്. മാത്രമല്ല and they had 3 children together, അവർക്ക് എന്താണ് 3 കുട്ടികളും ഉണ്ട്. ബാക്കി നോക്കാം. ഹോക്കിങ്സ് അക്കാദമിക് കരിയർ സോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് കുതിച്ചുയരുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. സോർഡ് കുതിച്ച് ഉയരുക. ഓക്കെ, കുതിച്ച് ഉയരുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. നോക്കാം. And he became the Lucasian Professor of Mathematics at Cambridge in 1980. ഇതിൽ ഒരുപാട് വർഷങ്ങൾ പറയുന്നുണ്ട്. മാക്സിമം പഠിക്കാൻ പറ്റാവുന്നത് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്ന കാര്യമാണെന്ത്? ഇദ്ദേഹം എന്താണ് ലുക്കേഷ്യൻ എന്താണ് പ്രൊഫസറായി മാറുന്നതാണ്. ഇതിന്റെ മാത്തമാറ്റിക്സിന്റെ പ്രൊഫസറായി കാംബ്രിഡ്ജിൽ ഇദ്ദേഹം എന്താണ് ആവാണ്. അത് ആര് ഹെൽഡ് ചെയ്യുന്ന പൊസിഷൻ ആയിരുന്നു? സർ ഐസക് ന്യൂട്ടൺ ഹെൽഡ് ചെയ്തൊരു പൊസിഷൻ ആണ് ആർക്ക് കിട്ടിയത്? സ്റ്റീഫൻ ഹോക്കിങ്ങിന് കിട്ടിയത്. ഓക്കെ, despite losing his voice due to surgery, Hawking continued to work relying on speech computer program and the help of assistance and technology. Okay, ഇദ്ദേഹത്തിന് എന്താണ് ഒരു സർജറിയിൽ എന്താണ് എന്ത് പറ്റുന്നുണ്ട്? വോയിസിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു വീണ്ടും വർക്ക് കണ്ടിന്യൂ ചെയ്ത് എങ്ങനെയാണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആൻഡ് ദ ഹെൽപ്പ് ഓഫ് അസിസ്റ്റൻസ് ആൻഡ് ടെക്നോളജിയുടെയും കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെയും അസിസ്റ്റൻസിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് ഇദ്ദേഹം വീണ്ടും ഇദ്ദേഹത്തിന്റെ കരിയറിൽ വീണ്ടും വർക്ക്ഔട്ട് ചെയ്തു. ബാക്കി നോക്കാം. He gained fame for asking bold scientific questions and made significant
significant contribution to our understanding of ബ്ലാക്ക് ഹോൾസ് കോസ്മോളജി ആൻഡ് ടൈം. ഓക്കെ, പിന്നെ പറയണം അദ്ദേഹത്തിന്റെ ഒരു ഫെയിം, അദ്ദേഹം ഫേമസ് ആയത് എങ്ങനെയാണ്, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള സയന്റിഫിക് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ വളരെയധികം കോൺട്രിബ്യൂഷൻസ് എന്താണ് സയൻസിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ എന്തിലൊക്കെയാണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്? ബ്ലാക്ക് ഹോൾസ് ആൻഡ് കോസ്മോളജി ആൻഡ് ടൈം. ഓക്കെ, ഇതിലാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വരുന്നത്. ഹോക്കിൻസ് ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ഇത് ഓർത്ത് വെക്കണം കേട്ടോ, ബുക്കിന്റെ പേരാണെന്ത്? ഹോക്കിൻസിന്റെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ബുക്കാണെന്ത്? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. 1988 ഈ ഒരു ബുക്ക് റിലീസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നോക്കാം. ഈ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു ബുക്ക് എന്താണ്? എക്സ്പ്ലെയിൻ കോംപ്ലക്സ് സയന്റിഫിക് കോൺസെപ്റ്റ്സ് ഇൻ സിമ്പിൾ ടേംസ് ഇൻസ്പയറിംഗ് മില്യൺസ് വേൾഡ് വൈഡ്. അപ്പൊ എന്താണ്, ഭയങ്കരമായിട്ട് എന്താണ് കോംപ്ലക്സ് ആയിട്ടുള്ള സയന്റിഫിക് ടേംസ് ഒക്കെ എന്താണ് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം എന്താണ് ആ ഒരു ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹിസ് പേഴ്സണൽ സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി മെയ്ഡ് ഹിം എ സിമ്പിൾ ഓഫ് ബ്രേവറി ആൻഡ് ഇന്റലിജൻസ്. അദ്ദേഹത്തിന് എന്താണ് അത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടും എന്താണ്, ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു എന്താ ഡിസീസ് വരുമ്പോൾ ചിലവർ എന്താണ് ഓക്കെ ഗിവപ്പ് ചെയ്യും, ലൈഫ് അങ്ങനെ ഗിവപ്പ് ചെയ്യും. പക്ഷെ അദ്ദേഹം എന്താണ് വീണ്ടും മുന്നോട്ട് വന്നു. ഡോക്ടേഴ്സ് ഒക്കെ എന്ത് പറയുന്നത്, 2 വർഷം മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറയുമ്പോഴും ഡിപ്രഷനിലോട്ട് പോയിരുന്നെങ്കിലും എന്താണ് അദ്ദേഹം വീണ്ടും മുന്നോട്ട് വന്നു. ഇത്രയും എന്താണ് ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരാളായിട്ട് ആര് മാറി? സ്റ്റീഫൻ ഹോക്കിംഗ് മാറി. ഓക്കെ, അതാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, Hawking's legacy extends beyond his scientific achievements and he remains an inspiration to people globally, showing that everything the most challenging condition can limit one's potential. Okay, അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. എന്താ പറയുന്നത്? Hawking's legacy extends beyond his scientific achievements. ആ ലെഗസി എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? പൈതൃകം എന്നാണ് ലെഗസിയുടെ മീനിങ് കേട്ടോ. എന്താണ് ലെഗസിയുടെ മീനിങ്? എന്താണ്? പൈതൃകം എന്നാണ് ലെഗസിയുടെ മീനിങ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹോക്കിൻസിന് എന്താണ് ആ ഒരു പൈതൃകം എന്നാണ് അദ്ദേഹത്തിന്റെ സയന്റിഫിക് achievements മാത്രമല്ല, as he remains an inspiration to people globally, showing that even the most challenging conditions can limit one's potential. അതായത് അദ്ദേഹത്തിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, വേറൊരു കാര്യം കൂടിയും എന്തെന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. എന്താണ്? നമുക്ക് എന്തൊക്കെ ബാഡ് കണ്ടീഷൻ വന്നാലും അത് എന്തല്ല നമ്മളുടെ ഒരാളുടെ പൊട്ടൻഷ്യൽ തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല ഒരു ബാഡ് കണ്ടീഷൻ ഉള്ളത്. എന്താണ് അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി തരാണ്. ഹോക്കിങ്സ് ലൈഫ് വാസ് എ ടെസ്റ്റമെന്റ് ടു ഹിസ് അൺവേവറിംഗ് ഒപ്റ്റിമിസം, ഹ്യൂമർ ആൻഡ് എക്സ്പെക്ടേഷൻ that others treat him normally. അതായത് എന്താണ് ഹോക്കിൻസിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റമെന്റ് ടു ഹിസ് അൺനർവിംഗ് ഒപ്റ്റിമിസം. ഒപ്റ്റിമിസം എന്താണ്? ശുഭാപ്തി വിശ്വാസം എന്നാണ് ഒപ്റ്റിമിസത്തിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ടെസ്റ്റമെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെളിവ് എന്നാണ് മീനിങ് കേട്ടോ. ടെസ്റ്റമെന്റിന്റെ മീനിങ് എന്താണ്? തെളിവ് എന്നാണ് ടെസ്റ്റമെന്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. അൺവേവറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അചഞ്ചലമായ എന്നുള്ള മീനിങ് ആണ്. അൺവേവറിംഗ് എന്നുള്ള മീനിങ് എന്താണ്? അചഞ്ചലമായ. ഓക്കെ, അപ്പോൾ ഹോക്കിൻസിന്റെ ജീവിതം എന്താണ്? നമുക്കൊരു തെളിവ് കാണിച്ചത്. എന്തിന്റെ തെളിവാണ് കാണിച്ചത്? അദ്ദേഹത്തിന് എന്താണ് അചഞ്ചലമായ എന്താണ് ആ ഒരു ശുഭാപ്തി വിശ്വാസം, അദ്ദേഹത്തിന് തന്നെയുള്ള ഒരു വിശ്വാസം മാത്രമല്ല, ഹ്യൂമർ ആൻഡ് എക്സ്പെക്ടേഷൻ ദാറ്റ് അതർ ട്രീറ്റ് ഹിം നോർമലി. അതൊക്കെ എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വൈകല്യമുള്ളത് എന്താണ്? ആൾക്കാർ ആരും അറിയാതെ അദ്ദേഹത്തിന് എന്താണ് ഭയങ്കര നോർമൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹി ബിക്കേം എ സൂപ്പർ സ്റ്റാർ ഓഫ് ഫിസിക്സ് ആൻഡ് എ ഗ്ലോബൽ ഇൻസ്പിറേഷൻ, ഡെമോൺസ്ട്രേറ്റിംഗ് ദാറ്റ് വിത്ത് ഡിറ്റർമിനേഷൻ ആൻഡ് സപ്പോർട്ട് വൺ ക്യാൻ അച്ചീവ് ഗ്രേറ്റ്നെസ് ഡെസ്പൈറ്റ് സീമിംഗ്ലി ഇൻസർമൗണ്ടബിൾ ഒബ്സ്റ്റക്കിൾസ്. അതായത് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി? സൂപ്പർ സ്റ്റാർ ഓഫ് ഫിസിക്സ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഫിസിക്സിന്റെ ഒരു സൂപ്പർ സ്റ്റാർ ആവാനും മാത്രമല്ല എന്താണ് ഒരു ഗ്ലോബൽ ഇൻസ്പിറേഷൻ ആയി മാറാനൊക്കെ ആർക്ക് പറ്റിയെന്നാണ് പറയുന്നത്? അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല എന്താണ് എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ലൈഫിൽ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു എന്താണ് എക്സാമ്പിൾ ആണ് ആരെന്ന് പറയുന്നത്? സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ നരേഷൻ. ഇനി നമുക്ക് ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതാക്കാണെന്ന് നോക്കാം. ആൻഡ് എമിനന്റ് സയന്റിസ്റ്റ് ഈസ് വിസിറ്റിംഗ് യുവർ സ്കൂൾ ഇൻ കണക്ഷൻ വിത്ത് ദ സയൻസ് ഡേ സെലിബ്രേഷൻ. As the magazine editor, you wish to conduct an interview with him to be published in the school magazine. Prepare at least 6 questions for the interview. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് സ്റ്റീഫൻ ഹോക്കിൻസിന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്നാണ് ഇതിലുള്ളത്. അപ്പൊ നോക്കാം. ഇത് എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, എല്ലാവരും പഠിച്ചു വെക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ് സർ, ടെൽ മീ സംതിങ് അബൌട്ട് യുവർ ചൈൽഡ്ഹുഡ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്. സിമ്പിൾ ആണ്, മീനിങ് പറയണമെന്നില്ല എന്ന് തോന്നുന്നു. എന്താണ് ചൈൽഡ്ഹുഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയൂ എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഡിഡ് യു ബിക്കം ഫേമസ് സയന്റിസ്റ്റ്? നിങ്ങൾ എങ്ങനെയാണ് ഒരു ഫേമസ് സയന്റിസ്റ്റ് ആയി മാറിയത്? ഓക്കെ, സർ വാട്ട് ഈസ് യുവർ റിമാർക്കബിൾ കോൺട്രിബ്യൂഷൻ ഫോർ മാൻകൈൻഡ് ആസ് എ സയന്റിസ്റ്റ്? അതായത് എന്താണ്
മാൻകൈൻഡ് എന്താണ് നിങ്ങളുടെ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്, സയന്റിസ്റ്റ് എന്ന നിലയിൽ എന്താണ് മാൻകൈൻഡ് നിങ്ങൾ കൊടുത്ത റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ് പിന്നെ ചോദിക്കുന്നത്. വാട്ട് വാസ് യുവർ ഇൻസ്പിറേഷൻ ടു ബിക്കം എ സയന്റിസ്റ്റ്, ഹൂ വാസ് യുവർ റോൾ മോഡൽ. പിന്നെ ചോദിക്കുന്ന കാര്യമാണത് നിങ്ങൾക്ക് സയന്റിസ്റ്റ് ആവാനായിട്ട് നിങ്ങളുടെ ഇൻസ്പിറേഷൻ ആരായിരുന്നു, നിങ്ങളുടെ റോൾ മോഡൽ ആരാണെന്നാണ് ചോദിക്കുന്നത്. ബാക്കി നോക്കാം. വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദ സയൻസ് സ്റ്റുഡൻസ്. സയൻസ് സ്റ്റുഡൻസിനുള്ള നിങ്ങളുടെ അഡ്വൈസ് എന്തൊക്കെയാണ്. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. Stephen Hawking has overcome his crippling disease to become the supernova of world of physics. On the occasions of release of a book on Stephen Hawking, you are asked to deliver a speech describing him to the audience. Prepare a speech. Speech ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്പീച്ച് എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നോക്കി വെക്കാം കേട്ടോ, സ്പീച്ച് നോക്കി വെക്കാം. നമുക്ക് നേരെ സ്പീച്ചിലോട്ട് പോവാം. Respected Stephen Hawking and the esteemed guests, today we are gathered to release a remarkable book by truly extraordinary person Stephen Hawking. Okay, അപ്പോൾ എന്താണ് ഒരു ബുക്ക് റിലീസിന്റെ സമയത്തുള്ള എന്ത് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, അതായത് ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അപ്പോൾ എന്താണ് റെസ്പെക്റ്റഡ് സ്റ്റീഫൻ ഹോക്കിംഗ് ആൻഡ് എസ്റ്റീംഡ് ഗസ്റ്റ്, ടുഡേ വി ആർ ഗാദേർഡ് ടു റിലീസ് എ റിമാർക്കബിൾ ബുക്ക് ബൈ ട്രൂലി എക്സ്ട്രാഓർഡിനറി പേഴ്സൺ സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ എന്താണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ്, നമ്മളൊരു ബുക്ക് റിലീസ് ചെയ്യാൻ പോവാണ്. എന്താണ് ബുക്ക്, അതായത് ട്രൂലി എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ സ്റ്റീഫൻ ഹോക്കിംഗ്. ആരുടെ ബുക്കാണ്, ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ്സിന്റെ ബുക്ക് റിലീസ് ചെയ്യാനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. വി ഓൾ നോ അബൌട്ട് ഹിസ് ഇൻക്രെഡിബിൾ ജേർണി ആൻഡ് ഹൗ ഹി ബിക്കേം എ ലീഡിംഗ് ഫിഗർ ഇൻ ദ വേൾഡ് ഓഫ് ഫിസിക്സ്. അപ്പോൾ പറയുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ത്, അദ്ദേഹത്തിന്റെ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ജേർണി. മാത്രമല്ല എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് ഈ വേൾഡ് ഓഫ് ഫിസിക്സിൽ ഒരു ഫേമസ് ഫിഗർ ആയി മാറിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹി ഈസ് ആൻ ഇൻസ്പിറേഷൻ ടു us all, having overcome the challenges of a debilitating disease to achieve his goals. Okay, പിന്നെ പറയുന്ന കാര്യമാണ് എന്ത്, നമുക്ക് എല്ലാവർക്കും എന്താണ്, അദ്ദേഹം ഒരു ഇൻസ്പിറേഷൻ ആണ്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. ഹാവിംഗ് ഓവർകം ദ ചലഞ്ചസ് ഓഫ് എ ഡിബിലിറ്റേറ്റിംഗ് എന്താണ്, ദുർബലമായ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, എന്താണ് ദുർബലമായ എന്നുള്ളൊരു മീനിങ് ആണ്. നമ്മൾ ദുർബലമാക്കുന്ന ഒരു ഡിസീസിൽ നിന്നാണ് ഓവർകം ചെയ്താൽ എന്താണ്, അദ്ദേഹം ഇപ്പോഴും എന്താണ് വീൽ ചെയറിലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, പക്ഷെ എന്നാലും എന്താണ് അവിടെ ഇരുന്നുകൊണ്ടും എന്താണ് ലോകം അറിയപ്പെടുന്ന എന്താണ് ഫിഗറായി മാറാൻ സാധിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആസ് എ യങ് boy, Hawking wasn't considered exceptionally gifted. Okay, അതായത് യങ് ബോയ് വരുന്ന സമയത്ത് എന്താണ് അവൻ എന്താണ് ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നും ആയിരുന്നില്ല. ആദ്യമേ എന്താണ് ഒരു കഴിവ് കിട്ടിയ ഒരു പേഴ്സൺ ഒന്നും ആയിരുന്നില്ല. ആൻഡ് ഹി വാസ് ജസ്റ്റ് ലൈക്ക് എനി അതർ ഓർഡിനറി ഇംഗ്ലീഷ് ബോയ്. അദ്ദേഹം എന്താണ് സാധാ ഒരു ഇംഗ്ലീഷ് ബോയ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ആര് ഇരുന്നിരുന്നത്, നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് ഇരുന്നിരുന്നത്. ഓക്കെ, however, during his studies, he was diagnosed with a rare disease that had no known cure. Okay, അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡീസിന്റെ സമയത്താണ് അദ്ദേഹം ഡയഗ്നോസ് ചെയ്യുന്ന ഒരു അസുഖം എന്താണ്, ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യൂർ ചെയ്യാൻ പറ്റില്ല, അത് മാറ്റിയെടുക്കാൻ പറ്റാത്തൊരു അസുഖമാണ്. ആൻഡ് ഡോക്ടേഴ്സ് ഗേവ് ഹിം ഓൺലി 2 years to live. പിന്നെ പറയുന്ന കാര്യമാണ്, ഡോക്ടേഴ്സ് ആകെ ആൾക്ക് എത്ര നാളെ കൊടുത്തിട്ടുണ്ടായിരുന്നു, 2 വർഷം മാത്രമേ ജീവിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നോക്കാം. ബട്ട് ഹി ഈസ് ഡിഫീറ്റ് ദ ഓഡ്സ് ആൻഡ് ലീവ്ഡ് ആൻ എക്സ്ട്രാ ഓർഡിനറി ലൈഫ്. പിന്നെ പറയുന്ന കാര്യം, പക്ഷേ ആ പറയുന്ന ഓരോരുത്തരെയും എന്താണ് മറികടന്നുകൊണ്ട് ഇദ്ദേഹം എന്തായി, ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫിന് ഇദ്ദേഹം എന്ത് ചെയ്തു, ജീവിച്ചു എന്നാണ് പറയുന്നത്. ബിക്കമിങ് എ സൂപ്പർനോവ ഇൻ ദ വേൾഡ് ഓഫ് ഫിസിക്സ്. അദ്ദേഹം എന്താണ് ഫിസിക്സിൽ ഒരു സൂപ്പർനോവ ആയിട്ട് അദ്ദേഹം മാറി എന്നാണ് പറയുന്നത്. What's even more remarkable is the book we are releasing today, which makes complex scientific concepts accessible to everyone, not just experts. Okay, അപ്പോൾ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന ബുക്കിന്റെ കാര്യമാണ് പറയുന്നത്. ബുക്കിന്റെ ഒരു എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് നോക്കാം. എന്താണ്, വാട്ട് ഈസ് ഈവൻ മോർ റിമാർക്കബിൾ ഈസ് ദ ബുക്ക്. എന്താണ് മോർ റിമാർക്കബിൾ ഈസ് ദ ബുക്ക് വി ആർ റിലീസിംഗ് ടുഡേ, വിച്ച് മേക്സ് കോംപ്ലക്സ് സയന്റിഫിക് കോൺസെപ്റ്റ്, അതായത് എന്താണ് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സയന്റിഫിക് കോൺസെപ്റ്റുകൾ എന്താണ് accessible to everyone, not just expert. അതായത് എന്താണ് ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ ആണ് എന്ത് നമ്മുടെ ഹോക്കിങ്സ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐ വോണ്ട് സേ മോർ as I think it's unnecessary to introduce someone as well known and respected as Stephen Hawking. അപ്പോൾ പറയാനാണ് എനിക്ക് ഇനി കുറേ കാലം എന്ത് ചെയ്യണമെന്നില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നാണ് പറയുന്നത്. ഓക്കെ,
യു ഓൾ നോ ഹിം ഫാർ ബെറ്റർ ദാൻ ഐ ഡു. നമുക്ക് എല്ലാവർക്കും എന്തറിയാൻ പറ്റും? നിങ്ങൾക്ക് എല്ലാവർക്കും എന്തറിയാൻ പറ്റും? എന്നെക്കാൾ നന്നായിട്ട് ആരറിയാൻ പറ്റും? സ്റ്റീഫൻ ഹോക്കിങ്ങിന് അറിയാൻ പറ്റും. ആൻഡ് ഐ ആം ഷുവർ യു ആർ ഈഗർ ടു ഹിയർ ഫ്രം ഹിസ് ഡയറക്ട്ലി. നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാനായിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ലെറ്റ്സ് സെലിബ്രേറ്റ് ദിസ് വണ്ടർഫുൾ ബുക്ക് ആൻഡ് ദ ഇൻക്രെഡിബിൾ സ്റ്റീഫൻ ഹോക്കിംഗ്. പിന്നെ പറയാണത്, അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? എല്ലാവരോടും താങ്ക് യു വെരി മച്ച് എന്നാണ് അവസാനമായ സ്പീച്ചിൽ പറയുന്നത്. ലാസ്റ്റ് പറയുകയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബുക്കും അതേപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിംഗ് ഇങ്ങോട്ട് വന്നതും സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു സ്പീച്ച് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പീച്ചിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുക. സ്പീച്ചിൽ ഫസ്റ്റ് ഒരു സല്യൂട്ടേഷൻ വെച്ചാണ് തുടങ്ങിയത്. സ്പീച്ചിൽ ആയിരുന്നത് സ്റ്റീഫൻ ഹോക്കിൻസിനെ പറ്റി പറഞ്ഞു, ബുക്കിനെ പറ്റി പറഞ്ഞു, പിന്നെ അവസാനം ഒരു കൺക്ലൂഡ് ചെയ്തു. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? സ്പീച്ച് സ്കൂളിൽ വന്നാലും എക്സാമിന് വന്നാലും എഴുതേണ്ടത്. കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത്. നമ്മൾ നറേഷൻ ഡിസ്കസ് ചെയ്തു, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, പിന്നെ സ്പീച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അടിയിൽ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.